മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ. മലയാളത്തിലെ എക്കാലത്തെയും വലിയ നായികമാരിൽ ഒരാൾ. ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യയെ മലയാളത്തിന്റെ മുഖശ്രീയായിട്ടാണ് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ചിലർക്ക് തങ്ങളുടെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയായിരുന്നു കാവ്യ. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ നിരവധി സിനിമകളിൽ കാവ്യ നായികയായി എത്തിയിട്ടുമുണ്ട്. എന്നാൽ നടൻ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് കാവ്യ. പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അടുത്തിടെയാണ് കാവ്യയെ കണ്ടു തുടങ്ങിയത്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് നടി. അതേസമയം സിനിമകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണെങ്കിലും താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട്. ഇതിനിടെ ഇപ്പോഴത്തെ കാവ്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. തന്റെ കരിയറിനെ കുറിച്ചും കാവ്യ മനസ്സ് തുറക്കുന്ന വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. താൻ അർഹിച്ചതിലും അധികം സിനിമ തനിക്ക് നൽകിയിട്ടുണ്ടെന്ന് കാവ്യ പറയുന്നത്. സിനിമാ നടി അല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കാവ്യ മാധവൻ. എന്റെ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നീലേശ്വരത്ത് ഏതെങ്കിലും ഭ്രാന്തപ്രദേശത്ത് ആരെങ്കിലും കല്യാണം കഴിച്ച് 2-3 മക്കളുടെ അമ്മയായി സുഖമായി ജീവിക്കുന്നുണ്ടായിരിക്കും. ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിരിക്കും ഞാൻ എന്നാണ് കാവ്യ പറഞ്ഞത്. സിനിമയിൽ വന്നതും ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കാനായതും ഭാഗ്യമാണെന്നും കാവ്യ പറഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ സിനിമ എന്ന ലോകത്ത് എത്തിയതിനു ശേഷം ദൈവം എനിക്ക് തന്നത് ഞാൻ അർഹിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ്. സിനിമയിൽ എത്തിയതിനു ശേഷം ചിലർ മലയാളം വിട്ട് മറ്റു ഭാഷകളിലേക്ക് പോകും, ചിലർ വിവാഹം കഴിഞ്ഞു പോകും, മറ്റു ചിലർ എവിടെയാണെന്ന് പോലും അറിയില്ല. ഒരുപാട് പേർ സിനിമയിൽ എത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ. സിനിമയിൽ വന്നു എന്ന് മാത്രമല്ല, ഇത്രയും കാലം നിൽക്കാൻ സാധിച്ചു. ഒരുപാട് പേരുടെ ഇഷ്ടവും അനുഗ്രഹവും ഒക്കെ നേടാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ് എന്നായിരുന്നു കാവ്യയുടെ വാക്കുകൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.